യാക്ടിലേറ്റത്തിലേക്ക് സ്വാഗതം. നീതി നിഷേധിക്കപ്പെട്ട് 1.5 പതിറ്റാണ്ട്. സമസ്തയുടെ വൈസ് പ്രസിഡന്റായിരുന്നു. മംഗലാപുരം ചെമ്പിരിക്ക കാസിയായിരുന്നു. ലോകമറിയപ്പെടുന്ന ഗോളശാസ്ത്രജ്ഞനായിരുന്നു. CM അബ്ദുല്ല മൗലവിയെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് 15 വർഷം പിന്നിടുന്നു. CM അബ്ദുല്ല മൗലവിയുടെ കൊലപാതക കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചത് ലോക്കൽ പോലീസായിരുന്നു. പിന്നീട് കേന്ദ്ര ഏജൻസിയായ CBI അന്വേഷിക്കപ്പെടുന്ന ഘട്ടത്തിലേക്ക് കേസ് എത്തിപ്പെടുന്ന സാഹചര്യമുണ്ടായി. 2 തവണയായി CBI അന്വേഷിച്ച് കേസ് അട്ടിമറിച്ച് CM അബ്ദുല്ല മൗലവിയുടെ കൊലപാതക കേസ് ഒന്നും എത്താത്ത രീതിയിൽ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് CBI കേസ് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുമ്പോൾ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സമസ്തയുടെ നേതാവായിരുന്ന CM അബ്ദുല്ല മൗലവിയുടെ കൊലപാതകവുമായി CIC-യുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഹക്കീം ഫൈസി ആദർശേരിയാണ് ദിവസങ്ങൾക്ക് മുമ്പ് CM അബ്ദുല്ല മൗലവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എനിക്കറിയാൻ വേണ്ടി വന്നാൽ അത് വിളിച്ചു പറയുമെന്നുള്ള ഭീഷണി രീതിയിലുള്ള പ്രഭാഷണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് CM അബ്ദുല്ല മൗലവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് തന്നെ പുനരന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ വൈസ് കൺവീനറായിരിക്കുന്ന ഉബൈദുള്ള കടവത്തും ചെമ്പിരിക്ക ജമാഅത്ത് എക്സിക്യൂട്ടീവ് മെമ്പറായിരിക്കുന്ന സർദാർ മുസ്തഫയും മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന DGP-ക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. CM അബ്ദുല്ല മൗലവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ കൃത്യമായി സംസ്ഥാന പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ തെളിവുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റും, കൊലയാളികളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഡിജിറ്റൽ തെളിവുകൾ, രേഖകൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. മറ്റൊരു വിഷയം, CM അബ്ദുല്ല മൗലവി കൊല ചെയ്യപ്പെട്ട് 15 വർഷം 2010 ഫെബ്രുവരി 15-ാം തീയതി ഇരുട്ടിന്റെ മറവിൽ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള കടലിൽ കൊന്നു തള്ളിയതാണ്. അതിന്റെ തെളിവുകൾ, നിരവധി തെളിവുകൾ പുറത്തു വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ CM അബ്ദുല്ല മൗലവി കൊല ചെയ്യപ്പെട്ടതിന്റെ നിരന്തരമായുള്ള തെളിവുകൾ പുറത്തു വന്നു. കൃത്യമായി തന്നെ CM അബ്ദുല്ല മൗലവിയുടെ മരുമകനും ഇപ്പോൾ നിലവിൽ ചെമ്പിരിക്ക മംഗലാപുരം കാസിയായിരിക്കുന്ന തോക്ക ഉസ്താദ് തന്നെ നിരവധി തെളിവുകൾ, അന്തർദേശീയ ബന്ധമുള്ള കൊലപാതകമാണിത്. കൃത്യമായി തന്നെ ദേശീയ ഏജൻസിയായ NIA അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. നിരവധി വെളിപ്പെടുത്തലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിൽ സമരം സമസ്ത ചെയ്തിരുന്നെങ്കിൽ സമരത്തിൽ നിന്ന് പിന്തിരിയുന്ന അവസ്ഥയുണ്ടായി. കൃത്യമായി ഇടപെടൽ നടത്താൻ സമസ്ത തയ്യാറായില്ല, സമസ്തയുടെ നേതൃത്വം തയ്യാറായില്ല. കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും നടത്തിയ നിരന്തരമായ സമരമാണ് ഈ കേസ് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. നിലവിൽ CBI കേസ് അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. CM അബ്ദുല്ല മൗലവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സമരരംഗത്തുണ്ടായത് PDP എന്ന രാഷ്ട്രീയ പാർട്ടി CM അബ്ദുല്ല മൗലവിയുടെ കൊലപാതക കേസ് NIA അന്വേഷിക്കണമെന്ന് തോക്ക ഉസ്താദ് ആവശ്യപ്പെട്ട ദേശീയ ഏജൻസിയായ NIA അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു നിരന്തരമായ സമരത്തിന് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ദുർഭാഗ്യകരം എന്ന് പറയട്ടെ, മുഖ്യധാരയിലുള്ളവർ ആരും ഈ സമരം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. സമസ്ത തന്നെ മൗനം പാലിക്കുന്ന അവസ്ഥയുണ്ടായി. CM അബ്ദുല്ല മൗലവി ക്രൂരമായി ഗൂഢാലോചനയുടെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടതിന്റെ നിരവധി തെളിവുകളാണ് പുറത്തു വന്നത്. ഒരു സുപ്രഭാതത്തിൽ തന്നെ സമസ്തയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കടക്കം ഭീഷണി ഉണ്ടായി എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ പത്രക്കാരോട്, മാധ്യമങ്ങളോട് പറയുന്ന സ്ഥിതി ഉണ്ടായി. ഈ കേസിലാണ് നിർണായകമായ സംസ്ഥാന പോലീസ് പുനരന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വരുന്ന സംസ്ഥാന പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ CM അബ്ദുല്ല മൗലവിയുടെ കൊലപാതകമായുള്ള എല്ലാ പ്രതികളെയും പിടിക്കപ്പെടാൻ പറ്റും. അതിന്റെ ഡിജിറ്റൽ തെളിവുകളും മറ്റു രേഖകളും ഇവർ കൈമാറാൻ പോകുന്നു. വരും ദിവസങ്ങളിൽ തന്നെ ഹക്കീം ഫൈസി ആദർശേരി അടക്കം സംസ്ഥാന പോലീസ് ചോദ്യം ചെയ്തേക്കും. കാരണം സംസ്ഥാന പോലീസ് മേധാവിക്കാണ് മുഖ്യമന്ത്രി പരാതി കൈമാറിയിരിക്കുന്നത്. കൃത്യമായി തെളിവുകൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. CM അബ്ദുല്ല മൗലവിക്ക് നീതി ലഭിക്കപ്പെടേണ്ടതുണ്ട്. ലോകമറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്, സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ്, നൂറുകണക്കിന് മഹല്ലുകളുടെ ഖാളിയായിരുന്ന CM അബ്ദുല്ല മൗലവിയെ ഒരു സുപ്രഭാതത്തിൽ കൊന്ന് കടലിൽ തള്ളിയതാണ്. കഴിഞ്ഞ 15 വർഷമായി നീതി നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിലാണ് കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങൾ യാക്ടിലേറ്റത്ത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും എല്ലാ വാർത്തകളും ജനങ്ങൾക്ക് എത്തിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.